അതായത് നിങ്ങൾ പ്രകാശവേഗതയ്ക്ക് അടുത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ, അതായത് ഒരു ബഹിരാകാശ പേടകം പ്രകാശവേഗതയ്ക്ക് അടുത്ത് സഞ്ചരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് ദൂരങ്ങൾ ചുരുങ്ങും. എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള ഒരു സംഖ്യ എന്നിലെ ലാർജ് ഹാഡ്രോൺ കൊളൈഡറിൽ പ്രോട്ടോണുകൾ വലയത്തിന് ചുറ്റും പോകുന്നു എന്നതാണ്. അത് 27 കിലോമീറ്റർ ചുറ്റളവിലാണ്. അവ പ്രകാശവേഗതയുടെ 99.999999% വേഗതയിൽ സഞ്ചരിക്കുന്നു, അതായത് പ്രകാശവേഗതയ്ക്ക് വളരെ അടുത്താണ്. ആ വേഗതയിൽ ദൂരങ്ങൾ 7000 മടങ്ങ് ചുരുങ്ങുന്നു. അതിനാൽ ആ വലയം പ്രോട്ടോണുകളുടെ വ്യാസം 4 മീറ്റർ പോലെയാണ്. അതിനാൽ ഭൗതികശാസ്ത്ര നിയമങ്ങൾ അനുസരിച്ച് പ്രകാശവേഗതയ്ക്ക് വളരെ അടുത്ത് പോകുന്ന ഒരു ബഹിരാകാശ പേടകം നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോമിഡ ഗാലക്സിയിലേക്കുള്ള ദൂരം ചുരുക്കാൻ കഴിയും. അതിനാൽ ഭൗതികശാസ്ത്രമനുസരിച്ച് തത്വത്തിൽ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ആ ദൂരം കടക്കാൻ കഴിയും. എന്നിരുന്നാലും ഒരു പോരായ്മ എന്തെന്നാൽ, നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ എല്ലാവരോടും പറയാൻ ആ വേഗതയിൽ ഭൂമിയിലേക്ക് തിരിച്ചെത്തിയാൽ ഭൂമിയിൽ കുറഞ്ഞത് 4 ദശലക്ഷം വർഷങ്ങൾ കടന്നു പോകുമായിരുന്നു. ഓ കുട്ടി! അപ്പോൾ തത്വത്തിൽ നമുക്ക് ഗാലക്സിയും അതിനപ്പുറവും പര്യവേക്ഷണം ചെയ്യാൻ കഴിയും. പക്ഷേ നിങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരുമായും സംസാരിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഘടന വിലക്കുന്നു. ആപേക്ഷികത പ്രവർത്തിക്കുന്ന രീതി അതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.